അപ്പോൾ എന്തായാലും ഈ ചോദ്യങ്ങളൊക്കെ ഗോപിക്ക് കുറേ കഷ്ടമാണെന്ന് എനിക്കറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു യങ് ജനറേഷനാണ്. അപ്പം ഞാൻ പുതിയ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. ഓക്കെ. സംസാരിച്ചാൽ പൊട്ടുന്ന ലെൻസ് എന്താണ്? ലെൻസ്. സംസാരിച്ചു കഴിഞ്ഞാൽ പൊട്ടുന്ന ലെൻസ് അതെന്തുവാ? ചോദിക്കണോ അവരോട്? ചോദിക്കാം. ചോദിച്ചോ. സൈലൻസ്. കൺഗ്രാറ്റ്സ്, വെരി ഗുഡ്. അവൻ എടുക്കനാ, കണ്ടോ? അത് ശരിയാ. സംസാരിച്ചാൽ പൊട്ടുന്ന സെൻസ് സൈലൻസ്. ഓക്കെ. അപ്പോ ഹോബീസ് എന്തൊക്കെയാണ്? ഹോബീസ് പാട്ട് കേൾക്കുന്നതാണ് സത്യത്തിൽ മെയിൻ ഹോബി. അതെല്ലാവർക്കും അങ്ങനെ തന്നെ. സ്വന്തമായിട്ടുള്ള ഹോബി ഞാൻ ചോദിച്ചു. സ്വന്തമായിട്ട് അങ്ങനെ ചോദിച്ച സത്യം പറഞ്ഞാൽ ടി വി കാണും ഫോണില്. പിന്നെ ഇപ്പൊ ക്ലാസ് ആണല്ലോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ക്ലാസ് ഒക്കെ തന്നെ. അതൊക്കെയാണ് മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ. പിന്നെ പാട്ട് അങ്ങനെ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. വേണമെങ്കിൽ രണ്ടുപേരും പാടും. പാടാം സാർ. പിന്നെ ദാറ്റ്സ് എ സ്പിരിറ്റ്. ഓക്കേ, പാടിക്കോളൂ. പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ, ഉള്ളം താനെ പാടുന്നെന്തേ, മെല്ലെ മെല്ലെ മൂളുന്നെന്തേ, മൃദുലമാധരവും മധുകണം കരുതിയോ, ചിറകിലായി ഉയരുമെൻ പ്രണയമാം ശലഭവും, മണിമുകിലു വരയണമാരിവിൽ നിറം പകരും ഇരവുകളിൽ, മഴവിരലു തഴുകിയ വീണയിൽ പുണരുമീണം നീ. വെരി ഗുഡ്. പഠിച്ചിട്ടില്ലെങ്കിലും ഒരു ജ്ഞാനമുണ്ട് അല്ലേ? കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും കേൾക്കും. പിന്നെ സാറിന്റെ വലിയൊരു ഫാനാണ്. താങ്ക് യു. അതിന്റെ ഒരു കേൾവിജ്ഞാനം എന്ന് പറയും അതിന്. എന്താണ് കേൾവിജ്ഞാനം? കേൾവിജ്ഞാനമാണ് ഏറ്റവും വലുത്. അറിയോ, നമ്മളൊരു ഒരു എന്താണ് അക്കാഡമിയിൽ പോയി പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ഉള്ളിൽ ജന്മനാൽ ജ്ഞാനം ഉണ്ടെങ്കിൽ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും. അപ്പോൾ പാട്ടിനോട് ഒരുപാട് സ്നേഹം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതാണ് കേൾവിജ്ഞാനം. അപ്പൊ കേറി പാടാ മക്കളയിൽ. ഇതാ മൂന്നാമത്തെ ചോദ്യം. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നൊയമ്പിന്ന് മുടക്കും ഞാൻ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഉണ്ട്, ഒന്ന് പാടി. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നൊയമ്പിന്നു മുടക്കും ഞാൻ. ഓക്കെ. എന്നാൽ ഈ ഗാനം ചിത്രത്തിൽ പാടുന്നത് ആരാണ്? വെള്ളാനുകളുടെ നാടിൽ പാടുന്നത് ആരാണ്? എ മണിയമ്പിള്ള രാജു, ബി കുതിരവട്ടം പപ്പു, സി ജഗദീഷ്. ആരായിരിക്കാം? ജഗദീഷ്. ഓപ്ഷൻ സി ജഗദീഷ് ആണ് ഗോപിക പറഞ്ഞിരിക്കുന്ന ഉത്തരം. ഞാൻ ലോക്ക് ചെയ്ത് പൂട്ടി ഇട്ടിരിക്കുകയാണ്. ജഗദീഷ് എൻ്റെ സീനിയറായിട്ട് എൻ്റെ സ്കൂളിലും കോളേജിലും ഒക്കെ, കോളേജ് അദ്ദേഹം MG കോളേജായിരുന്നു, സ്കൂളിൽ എൻ്റെ സീനിയറായിട്ട് പഠിച്ചൊരു വ്യക്തിയാണ് ജഗദീഷ്. ഒരേ നാട്ടുകാരാണോ അപ്പോൾ നിങ്ങൾ? അദ്ദേഹം ഇവിടെ കരമനയാണ് താമസിക്കുന്നത്. ഈ ഷൂട്ടിംഗ് നടക്കുന്നതും കരമനയാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്താം. അദ്ദേഹത്തിൻ്റെ വൈഫ് രമ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം ഡോക്ടേഴ്സ്, IPS, IAS ഒക്കെയാണ്. കാരണം ഭയങ്കര പഠിത്തമാണ്. പിന്നെ മാത്രമല്ല ജഗദീഷ് എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ജെന്റിൽമാനാണ്. അതായത് 6 മണി എന്ന് പറഞ്ഞാൽ 6 മണി കൃത്യമായിട്ട് അവിടെ മേക്കപ്പ് ചെയ്ത് കാണും. അതുപോലെ തന്നെ ദുശീലങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ഈ സിനിമയിൽ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകാം. പക്ഷെ അദ്ദേഹത്തിന് ഒരു ദുശീലവും. അദ്ദേഹം പുകവലിയില്ല, മദ്യപാനമില്ല, അങ്ങനെ ഒരു ഇതുമില്ല. വളരെ വർക്കഹോളിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുമാണ്. അപ്പം സി ജഗദീഷാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. ജഗദീഷിന്റെ ഫേമസ് ആയിട്ടുള്ളൊരു വാക്കുണ്ട്, അതെന്ന് അറിയോ? കാക്ക തൂറിന്ന തോന്നുന്നു. അത് എത്ര കാലം കഴിഞ്ഞിട്ടും പുള്ളി എവിടെങ്കിലും ചെന്ന് കഴിഞ്ഞാലുണ്ടെ പറയും കാക്ക തൂറി. സി ജഗദീഷ് ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും 1000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇതാ എത്തിക്കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. അതാണല്ലോ അതിന്റെ ഒരു ഇത്.